പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവരും വീടുകളിൽ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് അത് കാരണമായിരിക്കുന്നത്. സാധാരണ ക്ലാസ്സുകൾ എന്ന് ആരംഭിക്കാൻ കഴിയും എന്ന് നിലവിൽ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നാം അടുത്ത ജൂൺ 1 തീയതി മുതൽ മുഴുവൻ ക്ലാസ്സിലെ കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നിലവിൽ 9-10 ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ ലോക്ക്ഡൗൺ ആരംഭിച്ചത് മുതൽ തന്നെ നമ്മൾ വളരെ വിജയകരമായി ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നു വരുന്നു. ഏതാണ്ട് അവരുടെ ഫസ്റ്റ് ടേം പോർഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ആവുകയും ഓൺലൈനിൽ അവരുടെ ഫസ്റ്റ് ടേം പരീക്ഷ നമ്മൾ വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതിനോട് വളരെ നല്ല രൂപത്തിൽ സഹകരിക്കുകയും വളരെ വലിയ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു വിജയമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം KG മുതൽ ഉള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ജൂൺ 1 മുതൽ ആരംഭിക്കുകയാണ്. എന്തൊക്കെയായിരുന്നാലും ശരി, സാങ്കേതിക വിദ്യയ്ക്ക് അതിൻ്റേതായ പരിമിതികളുണ്ടാവും. സാധാരണ ക്ലാസ് റൂമുകളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിയിൽ ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. ഒരിക്കലും ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ തന്മയത്വത്തോടു കൂടി ഒരു ക്ലാസ് റൂമിലെടുക്കുന്ന ക്ലാസ്സിന് സമാനമായി ഓൺലൈനിൽ സാങ്കേതികവിദ്യയിൽ അത് ഒരുപക്ഷെ ഫലപ്രദമായി നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതോടൊപ്പം സാങ്കേതിക വിദ്യക്കും ഒരുപാട് പരിമിതികളുണ്ട്. എല്ലാ വീടുകളിലും എല്ലാ സമയത്തും നെറ്റ് കണക്ടിവിറ്റി ഒരു വലിയ പ്രശ്നമാണ്. നെറ്റ് കണക്ടിവിറ്റി ഉള്ള ഡിവൈസുകളുടെ അവൈലബിലിറ്റി എപ്പോഴും ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഒട്ടനേകം പ്രതിസന്ധികൾ ആ രംഗത്തുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ വേറെ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ആ മാർഗങ്ങളെ ഉപയോഗപ്പെടുത്തി ക്രിയാത്മകമായി പരമാവധി ആ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ നിലവിൽ സാധിക്കുകയുള്ളൂ. അതേസമയം ഉള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായി നാം ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആദ്യഘട്ടം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് വളരെ വിജയപ്രദമായി. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ രക്ഷിതാക്കൾ വളരെ നല്ല സ്വീകാര്യതയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിന് നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 2ാം ഘട്ടം എന്ന രൂപത്തിലാണ് നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും ആരംഭിക്കുന്നത്. അപ്പോൾ പല രക്ഷിതാക്കളുടെയും ആശങ്ക, 2 പിതാവും മാതാവും ജോലിക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇത് കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും, അത്തരത്തിൽ അതേപോലെ നെറ്റ് കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നൽകുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോകളായിട്ടാണ് നമ്മൾ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയത്ത് തന്നെ അത് കാണേണ്ടതില്ല. അവരവരുടെ സമയവും സൗകര്യവും അനുസരിച്ച് ആ വീഡിയോ ലെസൺസ് കാണുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള അവരുടെ ഓരോ ദിവസത്തെയും വർക്കുകൾ ചെയ്യുകയും വൈകുന്നേരത്തോടു കൂടി മാത്രം അതിൻ്റെ ഹോംവർക്കുകൾ അധ്യാപകർക്ക് തിരിച്ച് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു കണക്റ്റ് എല്ലാ ദിവസവും നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ വ്യത്യസ്ത സമയങ്ങൾ, ഓരോ ക്ലാസ്സിലും വ്യത്യസ്ത സമയം നമ്മൾ അതിനു വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ അധ്യാപകരും കുട്ടികളും തമ്മിൽ ഒരു ലൈവ് വീഡിയോ കോൺഫറൻസിങ് വഴി അധ്യാപകരും കുട്ടികളും തമ്മിൽ ബന്ധപ്പെടുന്നു. അത് സ്കൂളുമായിട്ടും പഠനവുമായി ബന്ധപ്പെട്ടും അധ്യാപകരുമായി ബന്ധപ്പെട്ടും ഒരു കണക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്ലാസ് എടുക്കാതെ പോയാലുണ്ടാവുന്ന പ്രയാസം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും ജൂണിൽ കുട്ടികൾ വരുമ്പോൾ തന്നെ അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ടച്ച് പലപ്പോഴും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതിനിയും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അവരുടെ പഠനത്തെ അത് വളരെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് എത്രയും നേരത്തെ ജൂൺ മുതൽ തന്നെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗൂഗിൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്.
കുട്ടികളുടെ ഡാറ്റ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഏറ്റവും സുരക്ഷിതമായ ലോകത്തെ ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ. അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സ്കൂൾ കൂടിയാണ് നമ്മുടെ സ്കൂൾ എന്ന് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഈ ടെക്നോളജി വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ പ്രാധാന്യം നേരത്തെ തന്നെ മുൻകൂട്ടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അത് മറ്റൊരു സ്ഥാപനത്തിനും ഇല്ലാത്ത സമയത്ത് നമ്മളതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് നമുക്ക് വലിയ ഒരു അനുഗ്രഹമായി ഈ സംവിധാനം മാറിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ സ്കൂൾ നൽകുന്ന സംവിധാനങ്ങളോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള നമ്മൾ NCERT സിലബസാണ് ഫോളോ ചെയ്യുന്നത്, CBSE സിലബസാണ് ഫോളോ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ NCERTയുടെ സ്വയംപ്രഭ ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും എല്ലാ ദിവസത്തെയും വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിൻ്റെയാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ ഇതോടൊപ്പം ലഭ്യമാണ്. അപ്പം ഇത്തരം വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ ഈ സമയത്തിൽ അല്പസമയമെങ്കിലും ദൈനംദിനം എൻഗേജ് ചെയ്യിപ്പിക്കുക, പഠനവുമായി അവരെ ബന്ധിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് മിനിമം നമ്മൾ ഈ സംവിധാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എത്രയും നേരത്തെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ സാധാരണഗതിയിലേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഈ ഒരു സംവിധാനം പരമാവധി രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതൊരു മാറ്റവും ഉണ്ടാകുമ്പോഴും ആ മാറ്റത്തെ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ ലോകത്ത് മാറാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാറ്റമാണ്. ആ മാറ്റം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാറ്റം അതിൻ്റെ സമയത്ത് സംഭവിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ മാറ്റത്തോട് മുഖം തിരിഞ്ഞിരിക്കാതെ ആ മാറ്റത്തിൻ്റെ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും എവറി പ്രോബ്ലംസ് ആർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സാധ്യതയുടെ വശം കൂടെയുണ്ട്. അപ്പോൾ ഈ സാധ്യത ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് ഒരു വീഡിയോ ക്ലാസ് കിട്ടുമ്പോൾ ആ വീഡിയോ ക്ലാസ് വേണമെങ്കിൽ കുട്ടികൾ സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ 9ലും 10ലും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റും അതാണ്. അവർക്ക് സംശയമുള്ള ഭാഗങ്ങൾ ആവർത്തിച്ച് അവർക്ക് വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാൻ പറ്റുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ ക്ലാസ്സിനേക്കാൾ ഫാസ്റ്റായിട്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കൂടെ ഉണ്ടായി എന്നുള്ളതും ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. അതേസമയം ഒരു സ്കൂളിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത് എന്ന ഒരുപാട് സാമൂഹികമായ ഗുണങ്ങൾ അതൊരു പക്ഷേ ഈ സാങ്കേതികവിദ്യ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. കുട്ടികളുടെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടും അധ്യാപകരുമായിട്ട് ഇടപെട്ടുകൊണ്ടും ഒട്ടനേകം ഒരുപാട് അസംബ്ലി പോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഇതൊക്കെ കുട്ടികൾക്ക് നഷ്ടമാകുന്നു. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അതിനൊക്കെ ഒരുപാട് പരിമിതികളുള്ളതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഈ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംവിധാനത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാ രക്ഷിതാക്കളും സ്കൂളുമായി സഹകരിക്കണമെന്നാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അതാത് സമയത്ത് ബന്ധപ്പെട്ട അധ്യാപകരെയോ വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയുള്ള ആളുകളെയോ ബന്ധപ്പെട്ടുകൊണ്ട് അതിന് സംശയം ദൂരീകരിക്കുകയും ഫലപ്രദമായി ഇത് നടന്നു പോകുന്നു എന്ന് ഓരോ രക്ഷിതാക്കളും ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇത് സംബന്ധിച്ച പ്രായോഗികമായ മറ്റൊരു പരിഹാരം പരമാവധി കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് പകരം ലാപ്ടോപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിവൈസുകൾ ഡെസ്ക്ടോപ്പോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികളുടെ ആരോഗ്യത്തിനും കുട്ടികളുടെ കണ്ണിനൊക്കെ ഏറ്റവും നല്ലത് ഇത്തരത്തിൽ ലാപ്ടോപ്പ് പോലെയുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്നതാണ്. അതോടൊപ്പം ഈ ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഗൂഗിൾ ക്രോം ബുക്ക് എന്ന് പറയുന്ന ഒരു ഡിവൈസ് അവൈലബിൾ ആണ്. ഏതാണ്ട് ഒരു മൊബൈൽ ഫോണിൻ്റെ വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ലാപ്ടോപ്പാണ് ഗൂഗിൾ ക്രോം ബുക്ക്. കുട്ടികളുടെ ഈ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഗൂഗിൾ ഉണ്ടാക്കുന്ന ഒരു ഡിവൈസാണ് ഗൂഗിൾ ക്രോം ബുക്ക്. പറ്റുമെങ്കിൽ രക്ഷിതാക്കൾ ആ ഗൂഗിൾ ക്രോം ബുക്ക് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായി ഈ പ്ലാറ്റ്ഫോം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും നല്ല കണക്ടിവിറ്റി ഉള്ള ഒരു നെറ്റ് കണക്ഷൻ കൂടെ നമ്മൾ ഇതിനോട് അനുബന്ധമായി അറേഞ്ച് ചെയ്യുന്നതും നന്നായിരിക്കും. ഏതായിരുന്നാലും ഈ പ്രതിസന്ധി വളരെ വിജയകരമായി അതിജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കതിനെ എത്രയും നേരത്തെ അതിജീവിക്കാൻ അള്ളാഹുവോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്കൂളിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ അവസരത്തിൽ ഈ പ്രതിസന്ധിയുടെ കാലത്ത് ഉണ്ടാവണം എന്നുകൂടെ ഈ അവസരത്തിൽ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എപ്പോഴും നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധ്യാപകർ വളരെ കാര്യക്ഷമമായി ഇപ്പോൾ എല്ലാവരും ഒരുപക്ഷെ മുമ്പത്തേക്കാൾ സജീവമായി അധ്യാപകർ അവരുടെ ക്ലാസ് ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ വളരെയധികം
സീരിയസ് ആയിട്ട് അവർ അതിൽ ബിസിയാണ് എല്ലാ അധ്യാപകരും. ഒരുപക്ഷെ മുൻപത്തേനേക്കാൾ അവർ ഈ സമയത്ത് എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പോൾ ആ എഫേർട്ടുകൾ എടുത്ത് നടത്തുന്ന ക്ലാസ്സുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ടാവാം. പല അധ്യാപകർ പക്ഷേ ടെക്നോളജിയിൽ അത്ര തന്നെ കഴിവുള്ളവരായിരിക്കില്ല, ക്ലാസ്സുകളുടെ ക്വാളിറ്റിയിലോ ഒക്കെ പല വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷേ സാധാരണതയിൽ നന്നായി ക്ലാസ് റൂമിനകത്ത് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ്റെ ക്ലാസ് ഒരുപക്ഷെ ഓൺലൈനിലേക്ക് മാറുമ്പോൾ ഒരുപക്ഷെ അത്ര തന്നെ ഇഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. ചില അധ്യാപകരുടെ ക്ലാസ്സുകൾ ഒരുപക്ഷെ സാധാരണ ക്ലാസ്സിനേക്കാൾ ഒരുപക്ഷെ ഓൺലൈൻ ക്ലാസ് റൂമിൽ ഇഫക്റ്റീവായി എന്നും വരാം. അപ്പോൾ ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. ആ പുതുമയുടേതായിട്ടുള്ള തുടക്കത്തിൻ്റേതായുള്ള ഒരുപാട് പരിമിതികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ്, അത് സംബന്ധിച്ച് ഫീഡ്ബാക്കുകൾ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ അത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാര്യക്ഷമമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംവിധാനവുമായി പരമാവധി സഹകരിക്കുകയും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മളെടുക്കുന്ന എല്ലാ ശ്രമങ്ങളും അല്ലാഹു പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.